ബംഗാളി ഗ്രാമങ്ങൾ അതിമനോഹരങ്ങളാണ്. അവ ദരിദ്രമായിരിക്കാം, പക്ഷേ അവിടെയൊക്കെ ഏറ്റവും സാധാരണക്കാരും ഏറ്റവും നിഷ്കളങ്കരമായിട്ടുള്ള മനുഷ്യരുടെ ജീവിത കാമനകൾ നമ്മൾ നേരിട്ട് അറിയാൻ വേണ്ടി കഴിയും. അവർ വലിയ പരിഷ്കാരത്തിൻ്റെ ഒന്നും അവിടെ എത്തിയിട്ടുണ്ടാവില്ല. സാധാരണ ഈ പുക്കൂറുകളിൽ കുളങ്ങളിലുള്ള മീനുകൾ പിടിച്ച് വയലുകളിൽ കൃഷി ചെയ്തും ഏറ്റവും ദരിദ്രമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷേ അവർക്കൊക്കെയും ഈ ജീവിതത്തിൻ്റെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, മനുഷ്യരാശിയെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാടുണ്ട്, പരസ്പരമുള്ള സ്നേഹമുണ്ട്. ബംഗാളി ഗ്രാമങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും വായിച്ചറിഞ്ഞിട്ടുള്ള കൃതികൾ നമ്മുടെ മനസ്സിലേക്ക് വരും. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെയും മാണിക് ബാനർജിയുടെയും താരാശങ്കർ ബാനർജിയുടെയും ഒക്കെ കൃതികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് പതർപാഞ്ചലിയിലെ ഗ്രാമത്തിലൂടെ അതേ ഗ്രാമത്തിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ആളുകൾ ഞാൻ മുഴുവൻ ഒരു മനുഷ്യനെയും പുറത്ത് കാണാതിരിക്കുന്ന ഒരു സന്ദർഭം, സന്ധ്യയായിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ അവിടെ പരിചയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, എന്താണ് എല്ലാവരും, എവിടെ പോയി എല്ലാവരും? അപ്പോൾ അവർ കൂടെയുള്ള അവൻ പറഞ്ഞു, അവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു. അവർ അതിരാവിലെ ജോലിക്ക് പോയവരാണ്. അവർ ജോലി കഴിഞ്ഞ് വന്നു, രാത്രിയിൽ കഴിക്കേണ്ട ഭക്ഷണം കഴിച്ചിട്ട് അവർ സന്ധ്യയ്ക്ക് അവർ ഉറങ്ങിക്കഴിഞ്ഞു. അവരുറങ്ങി, അവരുടെ വീടുകൾ ഉറങ്ങി, അവരുടെ കന്നുകാലികൾ ഉറങ്ങി. ഗ്രാമം ആകെ കൂടി ഗാഢമായിട്ടുള്ള നിശബ്ദതയിലാണ്. അത്രയും ഒരു കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ ഒരു ഗ്രാമം ഉറങ്ങുകയാണ് ഈ സന്ധ്യ നേരത്ത്. അത് വളരെ വിചിത്രമായ അനുഭവമായിരുന്നത്. അപ്പോൾ അവിടെ ഈ കടുക് പാടങ്ങളുടെ മുകളിൽ നിലാവ് വീഴുന്നതും അവിടെ പനകളുടെ കീഴേ കൂടിയുള്ള രാത്രി സഞ്ചാരങ്ങളും ഒക്കെ വളരെ ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങളാണ്. അങ്ങനെ ഈ ബംഗാളി ജീവിതം, അതിൻ്റെ സംസ്കാരം ഒക്കെ നമ്മെ വല്ലാതെ സ്പർശിക്കും. ഇപ്പോൾ ശാന്തിനികേതൻ പോലുള്ള ഒരു സ്ഥലത്ത്, ബിർഭൂം എന്ന് പറയുന്ന ജില്ലയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ സന്താൾ വർഗ്ഗക്കാർ വളരെ കൂടുതലായിട്ടുള്ള സ്ഥലമാണ്. ശാന്തിനികേതനിൽ നിന്ന് നമ്മൾ രാത്രിയിൽ അവിടെ ഇരിക്കുമ്പോൾ ഈ ദൂരെ ഈ കുർക്കുരിയുടെ മുഴക്കം കേൾക്കാം. ഇപ്പോൾ സന്താളി വർഗ്ഗക്കാർ പാടുകയാണ്. ഞാൻ അവിടെ ആദ്യം പോയപ്പോൾ, പിന്നീട് പലതവണ പോയി, അവിടെ ആദ്യം പോയപ്പോൾ ഞാൻ ഈ കുർക്കുരിയുടെ മുഴക്കം കേട്ടിട്ട് എന്താണത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ ജീവനക്കാരൻ പറഞ്ഞു, അത് സന്താൾ വർഗ്ഗക്കാരുടെ ചടങ്ങാണ്, അത് ഇത്രയും ദൂരം നടന്നാൽ മതി അവിടെ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് അവിടെ എത്തുകയാണ്. അപ്പോൾ ഈ സന്താളി വർഗ്ഗക്കാർ അവർ ഞാൻ ഈ കാണുന്ന പോലെ ഏറ്റവും ദരിദ്രരും ഈ പുതിയ പരിഷ്കൃതിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരും ഒക്കെ ആയിരിക്കാം. പക്ഷേ അവർ ജീവിതത്തിലെ ആനന്ദം അവർ നമുക്ക് പകർന്നു തരികയാണ്. അപ്പോൾ മനുഷ്യരുടെ ഒരു ജീവിതം എത്രയേറെ ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയതാണ്. അതിൽ അവർക്ക് ഈ മറ്റൊരു നേട്ടങ്ങൾ, ഭൗതികമായിട്ടുള്ള മറ്റൊരു നേട്ടങ്ങളില്ലെങ്കിലും പ്രകൃതിയുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, നിഷ്കളങ്കവും വിശുദ്ധവുമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ വേണ്ടി പറ്റും. അവർക്ക് ഇത്തരത്തിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രതിക്രിയകളില്ല, ശത്രുതയില്ല, സ്നേഹം പകർന്നുകൊണ്ട് അവർ ജീവിക്കുകയാണ്. അതൊരു വലിയ സന്ദേശം തരുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ചെല്ലാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കൊൽക്കത്ത. അതിനേക്കാളും മനോഹരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ വേറെ ഉണ്ടാകാം. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് വീണ്ടും വീണ്ടും ചെല്ലുന്ന സ്ഥലവും വീണ്ടും വീണ്ടും ചെല്ലാൻ ആഗ്രഹിക്കുന്ന സ്ഥലവുമാണ്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന സ്ഥലമാണ് കൊൽക്കത്ത. അപ്പോൾ അവിടെ അന്ന് സത്യജിത്രയുണ്ട്, മൃണാൾ സെനുണ്ട്, സൗമിത്ര ചാറ്റർജി ഉണ്ട്, മാധബി മുഖർജി ഉണ്ട്, അപർണ സെൻ, ഉത്പൽ ദത്ത്, നിരവധി ആളുകൾ, ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാർ, ബംഗാളി സിനിമയിലെ മുഴുവൻ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു ഭാഗഭാഗിത്വം ആ മേളയ്ക്കുണ്ടായിരുന്നു. ആ മേളയുടെ സിനിമകൾ അവിടെ ഗോദാവർദിൻ്റെ മുഴുവൻ സിനിമകൾ അടങ്ങിയിട്ടുള്ള റെട്രോസ്പെക്റ്റീവ്, അതുപോലെ ഇൽമാസ് ഗുനെ എന്ന് പറയുന്ന ടർക്കിഷ് സംവിധായകൻ്റെ റെട്രോസ്പെക്റ്റീവ്, ഏറ്റവും ലോകത്തു നിന്നുള്ള ഏറ്റവും പുതിയ സിനിമകൾ ഒക്കെ ചേർന്നിട്ടുള്ള വളരെ നമ്മൾ നവീകരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ എത്രയോ അതിനു മുമ്പ് ലോക ക്ലാസിക് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു പ്രത്യേകമായിട്ടുള്ള അനുഭവമായിരുന്നു. അത് തുടക്കമായിരുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള മിക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളും ഞാൻ അതിൽ പങ്കെടുത്തിട്ടുള്ളത് പലതിലും ഒരു പത്രപ്രതിനിധി എന്ന നിലയ്ക്കാണ്, വെറും ഡെലിഗേറ്റ് എന്ന നിലയ്ക്കല്ല. അതിനകത്ത് അത്
റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രപ്രതിനിധി എന്ന നിലക്കാണ് സംബന്ധിച്ചിട്ടുള്ളത്. ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഈ മേളകളിൽ മലയാളത്തിൽ നിന്നുള്ള പല സംവിധായകരും വരാറുണ്ടായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ, KG ജോർജ്, പത്മരാജൻ, അരവിന്ദൻ, ഭരതൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും വരാറുണ്ട്. അഭിനേതാക്കൾ ചിലരൊക്കെ വരാറുണ്ടായിരുന്നു. സാങ്കേതിക പ്രവർത്തകർ ചിലർ വരാറുണ്ടായിരുന്നു. ഇവരൊക്കെ ആയിട്ടും ആ ഘട്ടങ്ങളിൽ എനിക്ക് സൗഹൃദമുണ്ട്. ഞാൻ പത്മരാജനായിട്ടും അരവിന്ദനായിട്ടും പരിചയപ്പെടുന്നത് 82-ലെ കൊൽക്കത്ത ഫെസ്റ്റിവലിലാണ്. അതുപോലെ KG ജോർജുമായിട്ട് പരിചയപ്പെടുന്നത് 83-ലെ ഡൽഹി ഫെസ്റ്റിവലിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൗഹൃദ വലയം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ ഇടയാക്കിയിരുന്നു. പക്ഷേ സിനിമയിലേക്ക്, അതിൻ്റെ പ്രായോഗിക മേഖലയിലേക്ക് പ്രവേശിക്കണം, കടന്നു ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അത് എന്നെ അതിലേക്ക് കൊണ്ടുപോയത് ശ്രീ KG ജോർജാണ്. 1986 എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കിട്ടുകയാണ്. ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷിലുള്ള ഒരു കത്ത് കിട്ടുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഉറങ്ങാൻ വയ്യ എന്ന കഥ അദ്ദേഹം വായിച്ചു. അത് സിനിമയാക്കുന്ന കാര്യം സംസാരിക്കുന്നതിന് ഒന്ന് തിരുവനന്തപുരം വരെ വരാമോ എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ടെലിഫോണൊന്നുമില്ല, ഈ കത്തയക്കുകയാണ്. അപ്പോൾ ഞാനതിനൊരു മറുപടി അയക്കുന്നു. ഞാൻ ഇന്ന ദിവസം എനിക്ക് കോട്ടയത്ത് വരേണ്ടതുണ്ട്, ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാം എന്ന് പറയുന്നു. അപ്പോൾ കോട്ടയത്ത് നിന്ന് അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരുവനന്തപുരത്ത് പോകുന്നു. അവിടെ ഞാൻ തന്നെ ചെന്നിട്ട് ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. മുറിയെടുത്തതിന് ശേഷം ഞാൻ മുറിയിൽ ഇരുന്നിട്ട് KG ജോർജിനെ ഫോണിൽ വിളിക്കുന്നു. രാത്രിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ എനിക്കൊന്ന് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം വന്നു. അപ്പോൾ വരുമ്പോഴാണ് എനിക്കൊരു വിസ്മയം പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിസ്മയമായിട്ട് അനുഭവപ്പെട്ടത്. ആ മുറിയിലാണ് അദ്ദേഹം മദ്രാസിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന കാലത്ത് സ്ഥിരമായിട്ട് താമസിച്ചിരുന്നത്. ആ നമ്പറിലുള്ള മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ ആ മുറി ഞാൻ യാദൃശ്യം എടുത്തതാണ്. അദ്ദേഹം അവിടെ താമസിക്കുന്ന കാര്യമോ ആ മുറിയിലാണ് താമസിക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ വയ്യ വായിച്ചു. എൻ്റെ മറ്റു കൃതികളൊന്നും അദ്ദേഹം വായിച്ചിട്ടില്ല. ആയുസിൻ്റെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി, പക്ഷെ അത് വായിച്ചിട്ടില്ല. ഈ പുസ്തകം വായിച്ചു, ഈ കഥ വായിച്ചപ്പോൾ, അതൊരു സമാഹാരത്തിൽ നിന്ന് വായിക്കുകയാണ്. അത് വായിച്ചപ്പോൾ അത് സിനിമ അറിയുന്ന ഒരാളാണ് അത് എഴുതിയത് എന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നാണ് പറഞ്ഞത്. അതെനിക്കൊരു വലിയ ബഹുമതിയായിട്ട് തോന്നി. എൻ്റെ പശ്ചാത്തലം ഒന്നും അറിയില്ല. ഞാൻ ഫിലിം സൊസൈറ്റികളിൽ എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നോ, അല്ലെങ്കിൽ ലോക ക്ലാസിക് സിനിമകൾ മിക്കതും കണ്ടിട്ടുള്ള ഒരാളാണെന്നോ, അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകൾ പലതും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഈ കഥ വായിച്ചപ്പോൾ അത് സിനിമ അറിയുന്ന ഒരാളാണ്, അതിനകത്തൊരു സിനിമയുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ വലിയ സൗഹൃദമായി. അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠ തുല്യനായി. ജോർജ് ഏട്ടനും ഞാനും കൂടി പിന്നീട് അതിൻ്റെ തിരക്കഥ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനയിലായി. അത് കുറച്ച് നാൾ ചെന്നപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് ആ കഥയൊക്കെ പകരം മറ്റേതെങ്കിലും ഒരു കഥ ചെയ്യുന്നാൽ കുറച്ചുകൂടെ സൗകര്യമാവുമല്ലോ എന്ന് പറഞ്ഞു. കാരണം ആ കഥ ചെയ്യേണ്ടിയിരുന്നത് ഒരു വനത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ്. അപ്പോൾ കാട്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുക, അതൊക്കെ കുറച്ച് പാടായതുകൊണ്ട് നഗരത്തിൽ നിന്ന് വിട്ടു നിൽക്കണം, അതിൻ്റെ പ്രൊഡക്ഷൻ്റെ യൂണിറ്റിന് പോകണം, അതൊക്കെ ഉള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അദ്ദേഹം അത് നിർദ്ദേശിച്ചു. അപ്പോൾ എന്നോട് ജോർജ് ചേട്ടൻ ചോദിച്ചു, മറ്റു വല്ല ഏതെങ്കിലും കഥയുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ആയിടെ എഴുതിയിട്ടുള്ള അപ്രകാശിതമായിട്ടുള്ള ഒരു നോവലിൻ്റെ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. നമുക്കത് തിരുവനന്തപുരത്ത് വെച്ച് ചെയ്യാം. ഞാനത് യഥാർത്ഥത്തിൽ കണ്ണൂരിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള നോവലറ്റാണ്. ഒരു ഇടത്തരം കുടുംബത്തിൽ, മധ്യവർഗ കുടുംബത്തിലെ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് വളരെ താഴ്ന്ന നിലയിലുള്ള ഒരാളുടെ കൂടെ പോകുന്നതാണ് എൻ്റെ ഒരു കഥ. അതിൻ്റെ സംഗ്രഹം അതാണ്. അപ്പോൾ ആ സ്ത്രീ അവിടെ അയാളുടെ ഒരു മാന്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ്. അങ്ങേരിൽ നിന്ന് നമുക്ക് സ്നേഹമൊന്നും കിട്ടുന്നില്ല, ആ കുടുംബത്തിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ തൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഉള്ള ഒരു വഴി ഇത് മാത്രമാണ്, അത് ഉപേക്ഷിക്കുകയാണ് എന്നുള്ള വളരെ ധീരമായിട്ടുള്ളൊരു തീരുമാനം ഇബ്സൻ്റെ നാടകത്തിലെ നോറ എടുത്തതുപോലുള്ള ഒരു തീരുമാനം ആ സ്ത്രീ കൈക്കൊള്ളുകയും അവർ ഈ വാതിൽ വലിച്ചടക്കാതെയാണെങ്കിലും അവർ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത് ആ മനുഷ്യൻ്റെ ജീവിതം തകർത്ത് കളയുന്നു. അയാൾക്ക് ഭാര്യ വേണം,
അയാളുടെ മാന്യതയ്ക്ക് വേണ്ടിയിട്ട്, അയാളുടെ അന്തസ്സിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഘടകം എന്ന നിലയിലാണ്. അയാൾക്ക് സ്നേഹം പകരാനുള്ള ഒരാളായിട്ടല്ല. അയാൾക്ക് അവർ പോകുന്ന വേണ്ടിയിട്ട് അയാളുടെ അന്തസ്സ് ഇടിഞ്ഞു പോകുന്നു, സമൂഹത്തിലുള്ള അയാളുടെ മാന്യത നഷ്ടപ്പെടുന്നു, ഒക്കെയാണ് അയാളുടെ വേവലാതി. അപ്പോൾ ഒരു സ്ത്രീയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആലോചിച്ചിട്ടുള്ളൊരു സിനിമയായിരുന്നു അത്. അപ്പോൾ അതിന് ഞങ്ങൾ അതിൻ്റെ തിരക്കഥ രൂപപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് അതിന് മറ്റൊരാൾ എന്ന പേര് നൽകിയത്. അപ്പോൾ അതിൻ്റെ അഭിനേതാക്കളൊന്നും ആദ്യം തീരുമാനിച്ചിരുന്നില്ല. നമ്മളെ തിലകനെയോ നായകനാക്കിയിട്ട് ചെയ്യാം എന്നൊക്കെയാണ് ആലോചിച്ചിരുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ആലോചിച്ചിരുന്നില്ല. ആ സമയത്ത് സിനിമയിലേക്ക് ഏതാണ്ട് ഈ പ്രവേശിച്ച് കഴിയുക മാത്രം ചെയ്ത മുരളി എൻ്റെ കുറേ കാലം മുമ്പേയുള്ള സുഹൃത്തായിരുന്നു. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പേ മുരളി എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചർച്ച ചെയ്യാനൊക്കെ വരുമ്പോൾ മുരളി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. മുരളിക്ക് ഒരു റോൾ അതിൽ നൽകാമെന്ന് ജോർജ് ഏട്ടനായിട്ട് പറഞ്ഞ് തീരുമാനിച്ചു. അങ്ങനെ മുരളിക്കൊരു റോള് ഉണ്ടാക്കുകയും കരമന ജനാർദ്ദൻ നായരെ അതിൽ പ്രധാനപ്പെട്ട ഒരു റോളിന് നിശ്ചയിക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ചെന്നത് പഞ്ചാഗ്നിയിൽ അഭിനയിച്ചിട്ടുള്ള ഗീതയെ കാണാൻ വേണ്ടിയായിരുന്നു. ഗീത അന്ന് അവിടെ ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ അന്ന് അവിടെ ഗീത സെറ്റിലുണ്ടായിരുന്നില്ല. പകരം അവിടെ ഉണ്ടായിരുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഒരു വളരെ അന്തസ്സാരമില്ലാത്തൊരു ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സംഘടന രംഗത്തിൽ അഭിനയിക്കുകയായിരുന്നു. മമ്മൂട്ടിയെ സംബന്ധിച്ച് ആ സമയം ഒരു വളരെ മോശപ്പെട്ട സമയമായിരുന്നു. നല്ല പടങ്ങളൊന്നുമില്ല. പടങ്ങൾ ഇറങ്ങിയിട്ടുള്ള പല പടങ്ങളും തകർന്നടിഞ്ഞ നിലയിൽ. അദ്ദേഹത്തിൻ്റെ വലിയ പടങ്ങൾ, വലിയ ഹിറ്റായിട്ടുള്ള പടങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത് പലതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹം കെ ജി ജോർജിൻ്റെ ഒരു കണ്ടുപിടുത്തമാണെന്ന് വേണമെങ്കിൽ പറയാം. മേളയിൽ അഭിനയിച്ചു. പിന്നെ യവനികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്തു അദ്ദേഹത്തിൻ്റെ മറ്റു ചില ചിത്രങ്ങളിൽ. അപ്പോൾ ജോർജ് സാറിൻ്റെ സിനിമയിൽ ഞാനില്ലേ എന്ന് മമ്മൂട്ടി ചോദിക്കുന്നു. അപ്പോൾ ജോർജ് ഏട്ടൻ പറയുന്നു, ഇതിൽ മമ്മൂട്ടിക്ക് പറ്റിയ റോളൊന്നുമില്ല, ഇതിൽ എന്ന് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മമ്മൂട്ടി അത് എന്നോട് പറഞ്ഞു, ഇതിൽ എനിക്ക് പറ്റുന്ന റോളൊന്നുമില്ല, എന്താണ് എൻ്റെ കഥ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കൂടെ അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് മമ്മൂട്ടി ഇതിൽ കാണിക്കുന്ന ഒരു താല്പര്യം കണ്ടപ്പോഴും പുള്ളിക്ക് മമ്മൂട്ടി അതിൽ പങ്കെടുപ്പിക്കണമെന്ന് തോന്നി. എന്നോട് പറഞ്ഞു, ഒന്ന് ജോർജ് സാറിനോട് പറയണം, നമ്മൾ മറ്റേ ആ റോള് മമ്മൂട്ടിക്ക് ചേരും, അത് മമ്മൂട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ജോർജ് ഏട്ടൻ എന്നോട് ചോദിച്ചു, എന്താ പറയുന്നത്, മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യിക്കാമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ആണ് മമ്മൂട്ടിയെ വിളിച്ച് പറയുന്നത് മമ്മൂട്ടി അതിനകത്ത് റോളുണ്ട് എന്ന്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന ദിവസം, നമ്മൾ ഷൂട്ടിങ് തീരുമാനിച്ച ദിവസമാണ് മമ്മൂട്ടി അതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അവിടെ ആദ്യത്തെ സീൻ തിരുവനന്തപുരത്ത് തകരപ്പറമ്പ് റോഡിൽ ഉള്ള ഒരു ഗാരേജിൽ വെച്ചിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ഉച്ചവരെയുള്ള ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴും മമ്മൂട്ടി എന്നോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കഥ എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കഥയല്ല, ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തിരക്കഥ എൻ്റെ കയ്യിലുണ്ട്, മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം മമ്മൂട്ടി പറഞ്ഞു, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് എൻ്റെ കൂടെ മമ്മൂട്ടി വരികയും മുറിയിലിരുന്ന് ആ തിരക്കഥ മുഴുവനും വായിച്ചു നോക്കുകയും ചെയ്തു. ഏറ്റവും പൂർണ്ണ രൂപത്തിലുള്ള തിരക്കഥ ഉണ്ടായിരുന്നത് ആ ചിത്രത്തിലാണെന്നാണ് ജോർജ് ഏട്ടൻ തന്നെ പറയാനുള്ളത്. നമുക്കതിന് തൊട്ട് മുമ്പത്തെ ഒരു പടം വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ ആ നിരാശയുടെ ഒരു അനുഭവത്തിൽ നിന്ന് നേരെ വരുന്നത് മറ്റൊരാളുടെ എന്ന ചിത്രത്തിലേക്കാണ്. അപ്പോൾ അന്നേരം ജോർജ് ഏട്ടൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ചില അസിസ്റ്റൻസിനോട് പറയാണ്, ഇപ്പോൾ നമുക്കൊരു തിരക്കഥ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്.
തിരക്കഥ പൂർണ്ണ രൂപത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്താണ്, ഞാൻ തന്നെയാണ് പൂർണ്ണമായിട്ടും എഴുതിയത്. അപ്പോൾ അത് പിന്നീട് അതിൻ്റെ ചിത്രീകരണം ഓരോ ഘട്ടത്തിലും നടന്നു. അത് വളരെ പ്രസന്നമായിട്ടുള്ള അനുഭവമായിരുന്നു. അതിന് പല നിലക്കും അതിൽ നമുക്ക് അത്ര പ്രസന്നത തോന്നാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിലുള്ള അഭിനയിച്ച ആളുകൾ, സീമയായാലും ഉർവശി ആയാലും ജഗദീഷ് ശ്രീകുമാർ ആയാലും മുരളി ആയാലും കരമന ജനാർദ്ദനൻ ആയാലും ഒക്കെ വളരെ അതിൽ വളരെ ആവേശത്തോടുകൂടിയിട്ട് അവർ അഭിനയിക്കുക, വളരെ ആത്മാർത്ഥമായിട്ട് അവർ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും എനിക്ക് കരമന ജനാർദ്ദനൻ നായരുടെ ഒരു പങ്കാളിത്തത്തെ ഒരു വളരെ ആദരവോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയുള്ളൂ. അത്രയും സൗഹൃദവും സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ വലിയൊരു സാഹിത്യ വിജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു, വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു, നാടകകലയെക്കുറിച്ചുള്ള അഗാധമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗൗരവത്തോടെയാണ് അദ്ദേഹം ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വേഷമായിരുന്നു മറ്റൊരാളിലുണ്ടായിരുന്നത്. നമ്മൾ ആ കഥാപാത്രത്തിന് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ ഛായകളും ഭാവഭേദങ്ങളും ഒക്കെ അതിമനോഹരമായിട്ട് കരമന അതിനകത്ത് അവതരിപ്പിച്ചിരുന്നു. ആ സിനിമ എനിക്ക് തോന്നുന്നത് കെ.ജി. ജോർജിൻ്റെ മൊത്തം ഫിൽമോഗ്രഫിയിൽ ഏറ്റവും നല്ല ചിത്രങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നായിട്ടാണ് ഞാനതിനെ വിലയിരുത്തിയിട്ടുള്ളത്. അത് തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയിട്ടില്ല, പക്ഷേ നിരൂപകർ പിന്നീട് അതിനെ പ്രശംസിച്ചു. 25 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ അതിനെ പിന്നെ കാലം തെറ്റി പറന്ന ഒരു സിനിമ, കാലത്തിന് മുമ്പേ പറന്ന സിനിമ എന്നൊക്കെ വിളിച്ച് വിശേഷിപ്പിക്കുകയും ഈ പുതിയ ലിംഗനീതിയുടെയും സ്ത്രീപക്ഷ നീതിയുടെയും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ കെ.ജി. ജോർജ് എന്ന് പറയുന്ന സംവിധായകൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ ഘോഷിക്കുന്ന ഒരു സിനിമ ചെയ്തിരുന്നു എന്നൊക്കെ ആരൊക്കെ എഴുതുകയും ചെയ്തിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞങ്ങളന്ന് ഓരോ സീനും ഓരോ ഡയലോഗും ഓരോ ഫ്രെയിമും ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും പങ്കാളിത്തം ഉണ്ടായിരുന്നത് എന്ന സിനിമ എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നതും. അതിൽ ആ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനം കെ.ജി. ജോർജ് എന്ന് പറയുന്ന സംവിധായകനുമായിട്ടുള്ള സൗഹൃദവും സ്നേഹത്തിൻ്റെയും ഭ്രാതൃത്വത്തിൻ്റെയും ഒക്കെ ഒരു തീവ്രമായ അളവാണ്. അത് ഞാൻ ഒരു ജ്യേഷ്ഠനെ പോലെയാണ് എപ്പോഴും കരുതിയിരുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം പല ചിത്രങ്ങളും ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. കെ.ജി. ജോർജ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഒരു തിരക്കഥാകൃത്തിനെ ഒരു തവണ മാത്രമേ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. പലരെ കൊണ്ട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ രണ്ടാമത് അതേ തിരക്കഥാകൃത്തിനെ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ കുറേ ചിത്രങ്ങൾ 5 or 6 ഒക്കെ ചിത്രങ്ങൾ ഞങ്ങൾ ആലോചിക്കുകയും അതിൻ്റെ തിരക്കഥകൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിട്ട് വീട്ടിലൊരു അംഗത്തെ പോലെ താമസിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ എഴുതുകയും പലതും പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടായില്ല. കാമമോഹിതം പോലുള്ള സിനിമകൾ ഉണ്ടായില്ല, മരണം എന്ന പേരുള്ളവൻ പോലുള്ള സിനിമകൾ ഉണ്ടായില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമകൾ ഒരു പക്ഷേ ഈ നിർമ്മിക്കപ്പെടാത്ത സിനിമകളായിരിക്കും, പരാജയപ്പെട്ടു പോയിട്ടുള്ള ഈ സിനിമകളായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ഘട്ടം, അതായത് തിരക്കഥ എഴുത്ത് എന്ന് പറയുന്ന ഘട്ടം വളരെ ആഹ്ലാദത്തോടുകൂടി ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളതാണ്. കാരണം ആ സമയത്ത് ഞങ്ങൾ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യും, രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും, ഓരോ സിനിമയിലെ രംഗങ്ങൾ, ഈ ലോകാചാര്യന്മാർ ഫെല്ലിനിയെക്കുറിച്ചിട്ടും ബർഗ്മാനെക്കുറിച്ചിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തിരക്കഥ എഴുതുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിട്ടൊരു വലിയ ശിക്ഷണമായിരുന്നു. ഒരു കളരിയിൽ, സിനിമയുടെ ഒരു കളരിയിൽ ചെന്നിട്ട് നമ്മളൊരു ആചാര്യൻ്റെ അടുത്ത് ഇരിക്കുന്നത് പോലുള്ള ഒരു അനുഭവം. അങ്ങനെ ഒരു അനുജനോടുള്ള ഒരു സ്നേഹമായിരുന്നു അദ്ദേഹം കഴിഞ്ഞു. അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഹൈദരാബാദ് ഫെസ്റ്റിവലിന് പോയപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇരിക്കാൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവൻ എൻ്റെ അനുജനാണ് എന്ന്. അപ്പോൾ എനിക്കൊരു ജ്യേഷ്ഠനില്ലാത്ത അഭാവം എനിക്ക് നികത്തി തന്നത് ശരിക്കും കെ.ജി. ജോർജാണ്. ആ ഒരു സ്നേഹവും കടപ്പാടും എനിക്ക് അദ്ദേഹത്തോടുണ്ട്. അത് മറ്റൊരാൾ തിയേറ്ററിലൊരു വിജയം നേടിയില്ലെങ്കിലും പിന്നെ മലയാള സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ ഞങ്ങളുടെ ഒരു കൂട്ടുകെട്ടിലൂടെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം എനിക്കെപ്പോഴും ഉണ്ട്. ആ കാലത്ത് തന്നെയാണ് ഞാനും ലെനിൻ രാജേന്ദ്രനും കൂടിയിട്ട് ഒരു സിനിമ ആലോചിക്കുന്നത്. മറ്റൊരാൾ ചെയ്യുന്ന സമയത്ത് ലെനിൻ രാജേന്ദ്രൻ സ്വാതി തിരുനാൾ എന്ന ചിത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ യൂണിറ്റ് താമസിച്ചിരുന്നത് ഒരേ ഹോട്ടലിലാണ്. ഞങ്ങൾ ദിവസവും കണ്ടുമുട്ടുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ലെനിൻ എന്നോട് ചോദിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന്. അപ്പോൾ ഞാനന്ന് എഴുതി പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു നോവലുണ്ടായിരുന്നു, ഉപരോധം എന്ന് പറഞ്ഞിട്ട്. അത് കോഴിക്കോട് സർവകലാശാലയിൽ ബിരുദ തലത്തിൽ പാഠപുസ്തകമായിരുന്ന പുസ്തകമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ
കഥാസംഗ്രഹം ലെനിനോട് പറഞ്ഞപ്പോൾ ലെനിന് അത് വളരെ ഇഷ്ടമായി. ആ സമയത്താണ് അവിടെ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള വരുന്നത്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ആ വർഷം റൊട്ടേറ്റ് ചെയ്തിട്ട് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങളുടെ മുന്നിൽ ഓംപുരി എത്തിപ്പെടുന്നത്. ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു ചായ സൽക്കാരത്തിന് വേണ്ടി പ്രാതൽ കഴിക്കുന്നതിന് വേണ്ടി സൂര്യകൃഷ്ണമൂർത്തി ഞങ്ങളെ ക്ഷണിക്കുകയും, അപ്പോൾ ലെനിനും ഞാനും അവിടെ ചെല്ലുമ്പോൾ അവിടെ സ്മിത പാട്ടീലുണ്ട്, ഓംപുരിയുണ്ട്. അപ്പോൾ ലെനിൻ എന്നോട് ചോദിച്ചു, മാറിയെന്ന് ചോദിച്ചു, നമുക്ക് ഓംപുരിയെ ഈ പടത്തിൽ നായകനാക്കിയിട്ട് ചേർത്താണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ ഓംപുരിയോട് ഈ ഉപരോധം എന്താണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഓംപുരിക്ക് വലിയ ആവേശമായി. അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥകളൊന്നും പറഞ്ഞില്ല, പ്രതിഫലം ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹം ആകെ കൂടി പറഞ്ഞത് അതിൻ്റെ തിരക്കഥ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എനിക്ക് ബോംബെയിലേക്ക് എത്തിച്ചു തരണം എന്ന് മാത്രമാണ്. പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ട്, പരാധീനതകൾ കൊണ്ട് അതിൻ്റെ തിരക്കഥ എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തിരക്കഥ തുടങ്ങാൻ പോലും കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നു, പക്ഷേ അയാൾ പിന്മാറി. പുതിയൊരു നിർമ്മാതാവില്ല. അതിൻ്റെ ഒരു നിർമ്മാണത്തിൽ പങ്കാളിയായിട്ട് കൂടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ കാശുമില്ല. അയാൾക്ക് ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. സിനിമയ്ക്ക് ആശയങ്ങൾ മാത്രം പോരാ, കാശും കൂടെ വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ട് വഴിക്ക് പിരിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ലെനിൻ അന്ന് എന്നെ വിളിച്ചു. അടുത്തുള്ള അന്ന് ഫോണിൽ അടുത്ത പോസ്റ്റ് ഓഫീസിലേക്കാണ് വിളിച്ചത്. വിളിച്ചിട്ട് എന്നോട് വിവരം പറയുകയാണ്, ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് വരണം, നമ്മൾ ആ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോഴിക്കോട്ട് ചെല്ലുന്നു. ലെനിൻ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വരുന്നു. ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടൽ മുറിയിൽ ഇരുന്ന് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ ഓർഡർ ആലോചിക്കുകയാണ് എങ്ങനെ ചെയ്യണമെന്ന്. അതിൻ്റെ ഷൂട്ടിംഗ് അടുത്ത ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ട്. രേവതിയെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് പല നടന്മാരോടും പറഞ്ഞിട്ടുണ്ട്. ഓംപുരി വരാനിരിക്കുന്നു. ക്യാമറമാനായിട്ട് രാമേന്ദ്ര ബാബു ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്യാമറ ചെയ്തതും രാമേന്ദ്ര ബാബു ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാറിൽ കൽപ്പറ്റയിലേക്ക് പുറപ്പെട്ട് ആ കാറിലിരുന്നാണ് പിന്നെ ഓരോ സീനായിട്ട് ഇങ്ങനെ ഓർഡർ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ എത്തിയിട്ട് ആദ്യത്തെ ആ രാത്രി കൊണ്ട് തന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു സീൻ ഓർഡർ ഉണ്ടാക്കിയിരുന്നു. അത് ഉണ്ടാക്കിയിട്ട് എഴുതാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയി. പിറ്റേന്ന് തൊട്ട് ലൊക്കേഷൻ നോക്കാനായി. തിരുനെല്ലിയിലും പരിസരങ്ങളിലും പനമരത്ത് കൽപ്പറ്റയുടെ പല ഭാഗങ്ങളിലും ഒക്കെ ലൊക്കേഷൻ നോക്കി. അപ്പോഴേക്ക് യൂണിറ്റ് വന്നു. അപ്പോഴേക്ക് ഓംപുരിയും വന്നു. ആ നിൽപ്പ് അത്ര സുഖകരമായിരുന്നില്ല. ഞാൻ കുനിഞ്ഞു നിൽക്കുകയാണ്, തലയിലിങ്ങനെ കൈ വെച്ചിട്ടുണ്ട്. എനിക്ക് ആ കൈ വളർത്തിയിട്ട് എനിക്ക് വരാൻ പറ്റില്ല. ആ കൈ അദ്ദേഹം സ്വമേധയാ എടുത്തു മാറ്റിയാലേ എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റുകയുള്ളൂ.